അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത് രണ്ടാമത് വാങ്ങിയ 5 അടിയുടെ പുതിയ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഇതിന് പ്രശ്നമൊന്നുമില്ലാതെ കൃത്യമായിട്ട് തന്നെ കയ്യിൽ കിട്ടി. ഇത് വന്നിട്ട് നമ്മുടെ വീട്ടിനടുത്ത് വീട്ടിൽ ഒരു ക്രിസ്മസ് കരോൾ, അവർ സാധാരണ ഇവിടെ ഏത് വീട്ടിലാണോ ക്രിസ്മസ് കരോൾ വരേണ്ടത് അവർ ബസ് പോലെ വാഹനങ്ങളിൽ ഒരുമിച്ച് നമ്മൾ പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് ക്രിസ്മസ് കരോളൊക്കെ പാടിയിട്ട് പോകുന്ന ഒരു പതിവാണ്. അപ്പോൾ നമുക്ക് മുൻകൂട്ടി പറഞ്ഞ് വെച്ചിരുന്നാൽ അവർ കറക്റ്റായിട്ട് ക്രിസ്മസ് സാന്താ ക്ലാസ്സും എല്ലാവരും കൂടെ വന്ന് പാടിയിട്ട് പോകും. ഇത് ഞങ്ങൾ വന്നിട്ട് ഈ വന്ന ക്രിസ്മസ് ട്രീ അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ പേടിക്കേണ്ട, പോയ ക്രിസ്മസ് ട്രീ പോലെ ഒരു അടിയൊന്നുമല്ല, ഇത് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള 5 അടി ക്രിസ്മസ് ട്രീ തന്നെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. 3 പാർട്ടായിട്ട് വന്നു. അത് ഞങ്ങൾ കറക്റ്റായിട്ട് അസംബിൾ ചെയ്ത് എടുത്തിട്ട് ഇതിനി ഡെക്കറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഇത് ഒരുവിധം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയുമായിരുന്നു. അതുപോലെ വിലയും അധികമൊന്നുമില്ല, വെറും 600 രൂപയേ ഉള്ളൂ 5 അടിയുടെ ഈ ക്രിസ്മസ് ട്രീക്ക്. അപ്പോൾ ഈ അവസാന നിമിഷത്തിലാണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ ഉടനെ 1 മണിക്കൂറിനകത്ത് തന്നെ കടയിൽ നിന്നും കൊണ്ടുവരുന്നത് രീതിയിലുള്ള സംവിധാനം ചെന്നൈയിലുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സാധനം ഇല്ല എന്ത് കാര്യങ്ങൾ വേണോ അത് ഓർഡർ ചെയ്താൽ 1 മണിക്കൂറിൽ ഡെലിവറി ചെയ്യുന്ന, ഇമ്മീഡിയറ്റ്ലി ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ളത് കൊണ്ട് വളരെ സൗകര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പ്രത്യേക സ്പെഷ്യൽ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 25-ാം തീയതി ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയല്ലേ. അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ചിട്ട് ഞാനും മോളുമൊക്കെ ഞങ്ങൾ സാധാരണ 24-ാം തീയതി രാത്രിയിൽ ചുമ്മാ ഒരു കാർ ട്രിപ്പായിട്ട് ചെന്നൈയിൽ നിങ്ങളെല്ലാവരും കേട്ട് കാണും, സാന്തോമിൽ വലിയ പള്ളി ചർച്ചുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൂടെ എല്ലാ വർഷവും ഈ രാത്രിയിൽ ഒരു 12 മണിക്ക് ജസ്റ്റ് ഒരു ട്രിപ്പായിട്ട് പോകാറുണ്ട്. അപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു അന്തരീക്ഷവും ആഹ്ലാദത്തിമിർപ്പും ആഘോഷങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ട്രിപ്പ് ഞങ്ങൾക്കൊക്കെ വളരെ ആസ്വാദ്യകരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷം മുഴുവനും എൻ്റെ കൂടെ നിൽക്കുകയും പല കഷ്ടപ്പാടുള്ള ഈ വെള്ളപ്പൊക്കം പോലുള്ള സമയങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധ എൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യും. ഇനി വരുന്ന വർഷങ്ങൾ എല്ലാവർക്കും സന്തോഷവും സുഖവും മനസമാധാനവും അതുപോലെ തന്നെ പ്രധാനമായും നല്ല ആരോഗ്യവും നൽകുന്ന ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും വിഷ് യു എ മെറി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ ചെന്നൈയിലാണ് ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ്. നാട്ടിൽ വരണമെന്ന് വിചാരിച്ചു, പക്ഷേ ലീവ് കിട്ടാത്തതുകൊണ്ട് അധിക ദിവസം അവിടെ വന്ന് തങ്ങാനായിട്ട് സാധിക്കാതെ പോയി. അതുകൊണ്ട് ഇവിടെ തന്നെ ചെറിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എവിടെ ഇരുന്നാലും ഞാനത് ചെയ്യാനായിട്ട് മറക്കാറില്ല. അതുപോലെ തന്നെ പ്ലം കേക്കൊക്കെ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ദേവാലയങ്ങളുടെ മുമ്പിൽ രാത്രിയിൽ ഒരു ട്രിപ്പ് പോലെ ഇങ്ങനെ വണ്ടിയിൽ പോയിട്ട് വരുന്നതൊക്കെ ഞാൻ വളരെയധികം ആസ്വദിക്കുന്ന സമയമാണ്. അതുപോലെ പുതിയ വർഷം നമ്മൾക്ക് എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളും നന്മ നിറഞ്ഞ് സന്തോഷം നിറഞ്ഞ് ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തുടർന്നും നമ്മളെല്ലാം വന്നിട്ട് ഇപ്പോൾ ഒരു കുടുംബം പോലെയാണ് മുന്നോട്ട് പരസ്പരം സഹകരിച്ചിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള വർഷത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള വളർച്ചയും സന്തോഷവും ആഹ്ലാദവും ആരോഗ്യവും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാ നല്ല നല്ല വീഡിയോസ് എല്ലാം കണ്ട് ആസ്വദിക്കാനും ഇനിയുള്ള വർഷവും ഇതുപോലെ തന്നെ സമാധാനപൂർണ്ണമായി കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ ഈ കോവിഡ് കാല ശേഷം വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാതെ ഉള്ള ഒരു വർഷമായിരുന്നു 2023.
അതുപോലെ തന്നെ 2024 വലിയ മഹാമാരികളും പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു നല്ല വർഷമായി തീരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ അവധിക്കൊക്കെ നിങ്ങളെല്ലാവരും പല സ്ഥലത്ത് നാട്ടിലുമൊക്കെ പോകുന്നവരുണ്ടായിരിക്കും. പിന്നെ വിദേശത്തൊക്കെ ഉള്ളവർ ഇങ്ങോട്ട് വരുന്ന പതിവും എല്ലാം അതുപോലെ ഈ വയസ്സായ മാതാപിതാക്കൾ ഉള്ളവരൊക്കെ അവരെ സന്ദർശിക്കുന്നതും. അപ്പോൾ ഇതുപോലെ മുന്നോട്ടും നല്ല നല്ല വീഡിയോസ്, പ്രത്യേകിച്ച് യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല ഒരു ഉയർച്ച. നിങ്ങൾക്ക് ഒരുപാട് പേര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വീട്ടമ്മമാരായിരുന്നിട്ട് പോലും ഈ പ്രൊഫഷണൽസിനേക്കാളും വളരെ നല്ല വീഡിയോസ് ഉണ്ടാക്കുന്നവർ ധാരാളം വീട്ടമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോലും വിചാരിക്കും ഇവരിങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഈ വീട്ടിലത്തെ പണികളും ചെയ്തിട്ട് വീഡിയോസും ഉണ്ടാക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് അത് എല്ലാവരുമായിട്ടും പങ്കുവെക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ കണ്ട് ആസ്വദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ മേഖലയിലുള്ളവർക്കൊക്കെ മോണറ്റൈസ് ആകാത്തവർക്ക് മോണറ്റൈസ് ആകട്ടെ, വളർച്ചയുണ്ടാകട്ടെ എന്ന് നമ്മൾക്ക് പരസ്പരം മുമ്പ് പറഞ്ഞതുപോലെ സഹകരിച്ച് ഇനിയും മുമ്പോട്ട് പോകാം എന്ന് പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക്. Hello dear friends. So on 25th of December it is Christmas, and it's a very enjoyable and festive time for all of us around the world. So we too are celebrating Christmas in a very simple way, and today I'll be sharing with you the decoration of Christmas tree in our house, and we are also celebrating it in a very simple and beautiful way, because I never like to miss this festive occasion. And most of the years on 24th evening we do visit Santom church from outside in Chennai, and which is very lively, and it's just lots of fun and enjoyment and a very lively atmosphere all around. So I'll be sharing with you a few glimpses of the way I celebrate Christmas with my family. So hope you all would enjoy with me this beautiful day of Christmas, and wish all my viewers, wishing all of you all around the world a very Merry Christmas and a Happy New Year, and hope that you would continue to support and encourage me in the coming year as well as all of you have done so far. So all of you have a great holidays and a beautiful time. And we are illuminating the front room of our house. A little bit of decorations going on, and we have installed some beautiful bulbs, and here the decoration of the Christmas tree is going on here. And as I said, I've got a new Christmas tree this year, and I do love Christmas trees, and I want it to be a little bit tall. So once you finish decorating it, it will be looking so beautiful. And I do enjoy listening to Christmas carol songs while I do it, and so many beautiful carol songs are there. Already I've got a small tree decorated here, but I felt that getting a more taller tree would be looking more beautiful. And also we'll be having like plum cakes, delicacies like that. And always I make it a point to visit churches from outside during Christmas. It looks so beautiful, decked up with illumination and lights and all of it, with lots of people flocking around everywhere during midnight of Christmas Eve. So at 12 o'clock especially, special prayers are there in churches. So I love to watch it from outside the churches. Especially I do make it a point to visit Santom church. For long years I've been doing it every year, December 24th. Such a lovely sight to see. And we have got only just 2 more days for Christmas, and I'm going to share my this beautiful day to all of you through Christmas vlog on 25th of December. So I'm just doing it. It's only
We have only just started doing it because I got this tree only yesterday. So once I finish decorating it, I'll be surely sharing this with you. അപ്പോൾ ഇത് എലൈറ്റിൻ്റെ ഒരു പ്ലം കേക്ക് ഞാനിവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന പ്ലം കേക്ക് അവിടെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇത് ഇവിടെ വന്നിട്ട് 330 ഗ്രാമിൻ്റെ വില വന്ന് 130 കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 117 രൂപയ്ക്കാണ് കിട്ടിയത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ പുതിയതൊന്നും വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഏതാണ്ട് ഞങ്ങൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിന് 25-ന് എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ, ക്രിസ്മസിനായിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ഇത് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം. നിങ്ങൾക്ക് ഞാനത് ഡെക്കറേറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് 5 അടി 5 ഫീറ്റിൻ്റെ ക്രിസ്മസ് ട്രീ തന്നെ ഞാൻ അവസാനം വാങ്ങിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? എനിക്കിത് അങ്ങനെ ഡെക്കറേഷൻ്റെ ആളൊന്നും അല്ലെങ്കിൽ അറിയാവുന്നത് പോലെ ഞങ്ങളിത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അതുപോലെ നല്ല ഒരു പുതുവർഷമായിട്ടിരിക്കട്ടെ എല്ലാവർക്കും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 2020 അവസാനിച്ചിട്ട് 2024 തുടങ്ങാനായിട്ട്. അപ്പം ഈ വർഷം നമ്മൾക്ക് 2023 പലവർക്കും നമ്മളെല്ലാവർക്കും തന്നെ കുറച്ച് കഷ്ടങ്ങളും വിഷമങ്ങളും അതുപോലെ തന്നെ സന്തോഷമായിട്ടുള്ള സമയവും, രണ്ടും സന്തോഷവും സങ്കടവും ഇടകലർന്നതാണല്ലോ നമ്മുടെ എല്ലാ ജീവിതവും. അപ്പോൾ രണ്ടും കൂടെ ഉള്ള ഒരു വർഷമായിരുന്നെങ്കിലും വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ 2024 അടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷത്തിലും നമുക്ക് ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും മുൻപോട്ട് പോകാം. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെയും സഹോദരങ്ങളെയും ചേച്ചിമാരെയും അനിയത്തിമാരെയും എല്ലാവരെയും ഒരുപാട് പേരെ എനിക്ക് യൂട്യൂബ് വഴി കിട്ടി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് യൂട്യൂബിൽ ഇതുപോലെ നിങ്ങളുമായിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്നും ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർ, ചെറിയൊരു സ്റ്റാർ വെച്ചിട്ടുണ്ട്. പുറത്ത് ഞാൻ വലിയൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ അതിഥി, പുതിയ ക്രിസ്മസ് ട്രീ. എങ്ങനെയുണ്ട്? നല്ല അണിഞ്ഞൊരുങ്ങി നല്ല ഇത് അടിപൊളി ഇതായിട്ടൊക്കെ ഓർണമെൻറ്റ്സൊക്കെ അണിഞ്ഞ് ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥി നമ്മുടെ വീട്ടിൽ. ഇന്നത്തെ ഈ ക്രിസ്മസ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മൾക്ക് അടുത്ത വർഷം ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് പരസ്പരം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ക്രിസ്മസ്.